ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ നജ്ദ് ഭാഗത്തേക്ക് യാത്ര അയക്കും. സഹാബാക്കൾ തിരിച്ച് വരുന്ന വഴി ബനു ഹനീഫ് ഗോത്രത്തിൽപ്പെട്ട യമാമക്കാരുടെ നേതാവായ സുമാമത്ത് ഇബ്നു ഉസാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരും. ഈ വ്യക്തി ധാരാളം സഹാബാക്കളെ വധിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ മദീന പള്ളിയിൽ കൊണ്ടുവരികയും മദീനത്തുള്ള പള്ളിയുടെ ഒരു തൂണിൽ ഇദ്ദേഹത്തെ കെട്ടിയിടും. ഈ വിവരം അറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പുറപ്പെടും. എന്നിട്ട് അദ്ദേഹത്തോട് റസൂലുള്ളാഹി ചോദിക്കും, സുമാമ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്താണ് നിന്റെ അവസ്ഥ, നീ ദീനിലേക്ക് വരാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പം സുമാമ എന്ന് പറയുന്ന വ്യക്തി പറയും, താങ്കൾക്ക് എന്നെ വധിക്കണമെങ്കിൽ വധിക്കാം, ഞാൻ അതിന് അർഹനാണ്. താങ്കൾക്ക് താങ്കളുടെ കരുണയുടെ പേരിൽ എന്നെ വെറുതെ വിടണമെങ്കിൽ വെറുതെ വിടാം. ഇനി നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും സമ്പത്താണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്രയാണോ അത് മുഴുവനും ഞാൻ തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തന്നെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി. പിറ്റേ ദിവസം റസൂലുള്ളാഹി സുമാമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, സുമാമ എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിക്കും. ഇതേ മറുപടി തന്നെയായിരിക്കും സുമാമ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ദിവസം ഇത് തന്നെ ആവർത്തിക്കും. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുമാമയെ വിട്ടയച്ചേക്കാൻ പറയും. സുമാമ റളിയല്ലാഹു അൻഹു അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി കുളിച്ച് വൃത്തിയായിട്ട് അള്ളാന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് വന്നിട്ട് പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. റസൂലെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയും. ഇതിലൂടെ നമുക്ക് മനസ്സിലാകും, ഒരാൾക്ക് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കുറെ സംസാരങ്ങളല്ല ആവശ്യം. ദീൻ അനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ് ഏറ്റവും ദീനിലേക്കുള്ള ദഅവത്ത് എന്ന് പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. 3 ദിവസം പള്ളിയിൽ കെട്ടിവിട്ടു. അപ്പോൾ സഹാബാക്കൾ പള്ളിയിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇടപെടലുകളും എല്ലാം കണ്ട് ദീനിലേക്ക് ആകർഷണീയമായിട്ടാണ് ഈ സഹാബി ദീനിലേക്ക് വരുന്നത്.